നെല്ലായ പഞ്ചായത്തിന്റെ ഭരണം നഷ്ടപ്പെട്ടത് ഇനിയും CPIഎമ്മിന് ഉൾക്കൊള്ളാനായിട്ടില്ലെന്ന് ഭരണസമിതി. തീരുമാനമെടുത്ത വിഷയത്തിൽ അടിയന്തര ഭരണസമിതി യോഗം വിളിക്കാൻ ആവശ്യപ്പെടുന്നത് രാഷ്ട്രീയ താൽപര്യം മുൻനിർത്തിയാണ്. ജനങ്ങൾക്ക് വേണ്ടി തങ്ങൾ പഞ്ചായത്തിൽ ഇടപെടുന്നു എന്ന് കാണിക്കാനുള്ള ഉഡായിപ്പാണിതെന്നും ഭരണ നേതൃത്വം പറഞ്ഞു. അവർക്കേറ്റ കനത്ത തിരിച്ചടി ഇവരെ ഈ രണ്ട് ഭാഗത്തുനിന്നും അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തിയ ആ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ ഇപ്പോഴും CPMകാരുടെ മനസ്സ് പാകപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള ആരോപണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവർക്ക് ഇനി അവരത് ഉൾക്കൊള്ളണമെങ്കിൽ, കാരണം അവർക്കിപ്പോൾ ബോധ്യപ്പെടാൻ കഴിഞ്ഞിട്ടില്ല, അത് ഉൾക്കൊള്ളണമെങ്കിൽ ഒരു കൗൺസിലിംഗ് ഇനി നമ്മുടെ മുന്നിൽ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അവർക്ക് ആ യാഥാർത്ഥ്യം ഉൾക്കൊള്ളുന്നില്ല. ഇവിടെ പറഞ്ഞ പല കാര്യങ്ങൾ, ഇപ്പോൾ അവർ പറഞ്ഞ തെരുവുനായ ശല്യം സംബന്ധിച്ച് ഇവിടെ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും സൂചിപ്പിച്ചു, ഇത് മുൻപ് ചർച്ച ചെയ്തതാണ്. അവർ പറയുന്നത് കേട്ടാൽ തോന്നുന്നത് ഈ തെരുവുനായ്ക്കളൊക്കെ ഒരു 6 മാസത്തിൽ കുറഞ്ഞ പ്രായമുള്ള തെരുവുനായ്ക്കളാണെന്നാണ് തോന്നുന്നത്. കാരണം ഇപ്പം അങ്ങോട്ട് ജനിച്ചു വളർന്നത് 6 മാസം മുമ്പ് നെല്ലായ ഭരിച്ചത് LDF ആണ്, CPM ആണ്. അന്ന് ഒന്നും ചെയ്യാതെ ഇരുന്ന ആളുകൾ, ഞങ്ങളിപ്പോൾ ചെയ്ത കാര്യങ്ങൾ പോലും ചെയ്യാതെ തെരുവുനായ്ക്കളെ വളരാൻ അനുവദിച്ചു കൊടുത്ത ആളുകളാണിപ്പോൾ ഈ ഭരണം മാറിയപ്പോൾ തെരുവുനായ ശല്യം എന്ന പ്രശ്നം പറഞ്ഞുകൊണ്ട് വരുന്നത്. അതുപോലെ തന്നെയാണ് പൊന്തക്കാടുകൾ, റോഡിൻ്റെ വക്കത്തുള്ള പൊന്തയും കാടുകളും വെട്ടുന്നത് സംബന്ധിച്ച് എന്ന് പറഞ്ഞാണ് ഒന്ന് വന്നത്. അതും ഇവർ പറയുന്നത് കേട്ടൊന്നും കഴിഞ്ഞ കാലങ്ങളിലൊന്നും ഇവിടെ പൊന്ത ഉണ്ടായില്ല. പെട്ടെന്ന് മുളച്ചു പൊന്തിയ 6 മാസം കൊണ്ട് മുളച്ചു പൊന്തിയ പൊന്തകളാണ് നെല്ലായിലുള്ളത് എന്നാണ് പറയുന്നത് കേട്ടതൊന്ന്. അപ്പോൾ വിഷയം അതല്ല, ഞാൻ നേരത്തെ പറഞ്ഞതാണ് വിഷയം. അവർക്കിപ്പോഴും ആ പരാജയം തങ്ങൾ ഭരണത്തിലില്ല എന്നത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്നതാണ് അവരുടെ വിഭ്രാന്തിക്ക് യഥാർത്ഥ കാരണം. തെരുവുനായ പ്രശ്നം, വ്യക്തിഗത ആനുകൂല്യ വിതരണത്തിലെ കാലതാമസം, വാർഡുകളിലെ പൊന്തവെട്ടൽ എന്നീ അജണ്ടകളിൽ പഞ്ചായത്തി രാജ് നിയമം ഉപയോഗിച്ച് അടിയന്തര ഭരണസമിതി യോഗം വിളിപ്പിച്ച CPM പ്രതിപക്ഷാംഗങ്ങളുടെ നടപടിയിലാണ് മറുപടിയായി നെല്ലായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റും UDF നേതാക്കളും രംഗത്തെത്തിയത്. ഇതെല്ലാം ഭരണസമിതിയെ ഇകഴ്ത്തിക്കാണിക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണെന്ന് പ്രസിഡന്റ് മുനീറ ബാനു പറഞ്ഞു. അപ്പോൾ ജനങ്ങൾക്ക് പൈസ കൊടുക്കാനുണ്ട്, ലൈഫിന്റെ, അത് നല്ലൊരു പ്രശ്നം തന്നെയാണ്. PMA വഴിയുടെ ഒക്കെ കൊടുക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്ന് ഞങ്ങളത് ആലോചിക്കുന്നുണ്ട്. അതിന് ബന്ധപ്പെട്ടവരോട് അത് ചർച്ച ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഇങ്ങനൊരു കാര്യം എന്തുകൊണ്ടാണ് എന്നുള്ളത് അറിയില്ല. അവരൊരു സ്പെഷ്യൽ ബോർഡ് വേണമെന്ന് പറഞ്ഞിട്ട് അജണ്ട ഇട്ടും സ്പെഷ്യൽ ബോർഡ് കഴിഞ്ഞു. പക്ഷെ അതിൽ പ്രത്യേകിച്ച് തീരുമാനങ്ങളൊന്നും എടുക്കാനില്ല. തീരുമാനങ്ങൾ എടുത്തതാണത്. ഓരോ അജണ്ടയും നമ്മൾ ഇതിന് മുന്നേ ബോർഡ് വെച്ചിട്ട് ചർച്ച ചെയ്ത് ഇട്ട കാര്യങ്ങളാണ്. അപ്പോൾ അതിൽ പ്രത്യേകിച്ചൊരു തീരുമാനം എടുക്കാനില്ല. ജനങ്ങളെ ആവശ്യങ്ങളാണ്. അത് നമ്മൾ എത്രയും പെട്ടെന്ന് ജനങ്ങൾക്ക് അടിയന്തരമായിട്ട് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കും ചെയ്യും. അത് ഓരോ കാര്യങ്ങൾ ഞങ്ങൾ പഞ്ചായത്തിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുമുണ്ട്. തെരുവുനായ വിഷയത്തിൽ കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള പരിമിതി നെല്ലായ പഞ്ചായത്തിനുമുണ്ട്. എങ്കിലും ABC പ്രോഗ്രാമിന് പഞ്ചായത്ത് തുക വകയിരുത്തിയിട്ടുണ്ട്. ഇതെല്ലാം മുൻ യോഗത്തിൽ ചർച്ച ചെയ്തതാണ്. റോഡരികിലെ മാലിന്യം നീക്കം ചെയ്യുന്നതിനും പൊന്തവെട്ടുന്നതിനും 22 വാർഡുകളിലേക്കും തുക അനുവദിച്ചിരുന്നു. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തെ പ്ലാൻ ഫണ്ട് ലഭിക്കാത്തതാണ് വ്യക്തിഗത ആനുകൂല്യ വിതരണത്തിലെ കാലതാമസത്തിന് കാരണം. ഇങ്ങനെയായിരിക്കെ ജനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പഞ്ചായത്തിൽ ഇടപെടുന്നു എന്ന് കാണിക്കാനുള്ള ഉഡായിപ്പാണ് CPM അംഗങ്ങൾ ചെയ്യുന്നതെന്ന് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ N ജനാർദ്ദനൻ പറഞ്ഞു. അവസാന ഗഡു 1,63,00,000 രൂപ തരാത്തത് കൊണ്ടാണ് ഈ വ്യക്തികൾക്ക് ആനുകൂല്യങ്ങളും മറ്റും കൊടുക്കാതിരിക്കാൻ ഉള്ള ഒരു സാഹചര്യം ഇവിടെ സൃഷ്ടിക്കപ്പെട്ടത്. ഇനി നമുക്ക് കൊടുക്കണമെങ്കിൽ ഈ വർഷത്തെ ബഡ്ജറ്റ് അലോക്കേഷൻ നമുക്ക് കയ്യിൽ കിട്ടണം. അത് കിട്ടാനാവുന്നേ ഉള്ളൂ. ഈ ഐക്യജനാധിപത്യ മുന്നണിയുടെ നെല്ലായ പഞ്ചായത്തിലെ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം ഗവൺമെന്റിൽ നിന്നുള്ള ഒരു ഫണ്ടും നമുക്ക് ലഭ്യമായിട്ടില്ല. നമ്മുടെ കൈവശമുള്ളത് പഞ്ചായത്തിന്റെ നികുതി വരുമാനത്തിൽ നിന്നുള്ള തനത് വരുമാനം മാത്രമാണ്. നെല്ലായ പഞ്ചായത്തിനെ സംബന്ധിച്ച് വലിയ തനത് വരുമാനം നമുക്കില്ല. അതുകൊണ്ട് ആ തനത് വരുമാനം വല്ലാതെ എടുത്ത് ചെലവഴിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയും നെല്ലായിലില്ല. അപ്പൊ ഇനി ഇപ്പൊ നിലവിലുള്ള UDFന്റെ ഗവൺമെന്റിന്റെ ബഡ്ജറ്റിൽ തന്നിട്ടുള്ള പൈസ വന്നാലാണ് നമുക്കിത് ചെലവഴിക്കാൻ കഴിയൂ എന്നുള്ള യാഥാർത്ഥ്യം. ഇതൊക്കെ തന്നെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. ബോർഡിൽ ഈ 3 അജണ്ടകളും മെയ് മാസവും ജൂൺ മാസവുമായി കൃത്യമായി ചർച്ച ചെയ്ത് ചില നിഗമനങ്ങളിലും തീരുമാനങ്ങളും എത്തിയതാണ്. പക്ഷേ ഇതൊക്കെ തന്നെ ഇപ്പോൾ വീട് റിപ്പയർ കിട്ടാത്ത ആളുകളുടെ വികാരം ഈ നെല്ലായിലെ ഭരണസമിതിക്ക് എതിരായി തിരിച്ചുവിടാൻ എളുപ്പമായ മാർഗമാണല്ലോ. അപ്പം ഞങ്ങളൊരു അജണ്ട ഉന്നയിക്കുന്നു, ഞങ്ങളൊരു അജണ്ട വെച്ച് പഞ്ചായത്തിൽ മീറ്റിംഗ് വിളിച്ച് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ വാദിക്കുന്നു
എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ഉടായിപ്പായിരുന്നു ഈ കഴിഞ്ഞ ദിവസം ഭരണസമിതിക്ക് നോട്ടീസ് കൊടുത്ത് ഇവർ വിളിപ്പിച്ചത്. ഇത് ഈ നാട്ടിലെ പൊതുജനങ്ങൾ തിരിച്ചറിയും. ഞങ്ങൾ എന്തായാലും ഇത് ഇനി തീരുമാനിച്ചത് എല്ലാ വാർഡുകളിലും ഇത് ജനങ്ങളെ ബോധ്യപ്പെടുത്താനാണ് തീരുമാനിച്ചത്. ഇക്കാര്യങ്ങളിലെല്ലാം ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിനുള്ള ഇടപെടൽ ഭരണസമിതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്ത വൈസ് പ്രസിഡന്റ് NP രാമകൃഷ്ണൻ, UDF ചെയർമാൻ മേലാടയിൽ ബാപ്പുട്ടി, കൺവീനർ മൂസ പേങ്ങാട്ടിരി എന്നിവരും പറഞ്ഞു. CCN ചെർപ്പുളശ്ശേരി.